നമസ്കാരം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ സെല്ലിംഗ്, മിഡിൽ ഈസ്റ്റിലെ അസ്വാരസ്യങ്ങൾ എന്നിവ മൂലം അടുത്ത ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റ് വോളറ്റൈലാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റ് 0.16% ഇടിഞ്ഞ് 23,114 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം ട്രെൻഡ് വീക്കാണ്. കഴിഞ്ഞ 4 ആഴ്ചയായി മാർക്കറ്റ് കറക്ഷൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ കൂടുതൽ എലിവേറ്റ് ആവുകയാണ്. അതോടൊപ്പം തന്നെ ക്രൂഡിൻ്റെ പ്രൈസ് ഉയർന്നതും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. ഇൻഡെക്സ് 1%-ലേറെ ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയും നാളെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൻ്റെ സാധ്യതകളാണ് നൽകുന്നത്. ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിയർ ടൈം ട്രെൻഡ് വീക്കായി തന്നെ തുടരുന്നുണ്ട്. ക്രൂഡിൻ്റെ വില $100 മുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തിയേക്കും. കൂടാതെ ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഗ്ലോബൽ ക്യൂസിൻ്റെ പശ്ചാത്തലത്താൽ ഇടിയുകയാണ്. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷവും ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ന്യൂക്ലിയർ വാർഷിപ്പ് ഉൾപ്പെടെയുള്ള ഡിപ്ലോയ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ന്യൂസുകൾക്കനുസരിച്ച് മാർക്കറ്റ് വോളറ്റൈലാകാനുള്ള സാധ്യതയുമുണ്ട്. ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 23,500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 23,500 മുകളിൽ 23,750 അടുത്ത റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അതേസമയം 22,980, 22,700 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ വരും സമയങ്ങളിലെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. ബ്രോക്കേജസ് ബുള്ളിഷ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നതും അതേസമയം ഓവർസോൾഡ് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നതുമായ 2 ക്വാളിറ്റി സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഈ 2 സ്റ്റോക്കുകളും ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളാണ്. ഒന്നാമത്തേത് HDFC ബാങ്ക്. 781 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. വലിയൊരു കറക്ഷന് ശേഷം സ്റ്റോക്ക് ഓവർസോൾഡ് കാറ്റഗറിയിലേക്ക് എത്തിയിട്ടുണ്ട്. 10 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് സ്റ്റോക്ക് ഓവർസോൾഡ് കാറ്റഗറിയിലെത്തിയത്. HDFC ബാങ്കിന് ജെഫ്രിസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ജെഫ്രിസ് ബൈ എന്ന റേറ്റിംഗും 1,240 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 47% അപ്സൈഡിലുള്ള ടാർഗറ്റ്. സ്ട്രോങ് ഡെപ്പോസിറ്റ് ബേസ്, മികച്ച ക്രെഡിറ്റ് ഗ്രോത്ത്, കൂടാതെ ലോൺ ടു ഡെപ്പോസിറ്റ് റേഷ്യോയിലുള്ള കൺട്രോൾ, അതോടൊപ്പം തന്നെ മാർജിൻ ഇംപ്രൂവ്മെൻറ്റ് എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ജെഫ്രിസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. കൂടാതെ ക്രെഡിറ്റ് കോസ്റ്റ് 60 ബേസിസ് പോയിൻറ്റിനടുത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിനെ ജെഫ്രിസ് ഗ്രോത്തിൻ്റെയും സ്റ്റെബിലിറ്റിയുടെയും ഒരു കോമ്പിനേഷനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു ബ്രോക്കേജ് ഫീമായ മോത്തിലാൽ ഒസ്വാളും HDFC ബാങ്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 1,100 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 38% അപ്സൈഡിലുള്ള ടാർഗറ്റ്. ഫിനാൻസ് സെക്ടറിലെ ലീഡിംഗ് പൊസിഷനുള്ള ബാങ്കാണ്. കൂടാതെ ക്വാളിറ്റി ലെൻഡിങ്ങിലും ഡിസിപ്ലിൻഡ് അണ്ടർ റൈറ്റിങ്ങിലും ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ROE 14%-അടുത്തേക്ക് ഉയരുന്നുണ്ട്. കൂടാതെ ക്രെഡിറ്റ് സൈക്കിൾ ബാങ്ക് മികച്ച രീതിയിൽ മാനേജ് ചെയ്യുകയും സ്ട്രോങ് ഫ്രാഞ്ചൈസി ലയബിലിറ്റി ഉള്ളതുമായ ഒരു കമ്പനിയാണ് HDFC ബാങ്ക്. അതുകൊണ്ടാണ് മോത്തിലാൽ ഒസ്വാൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ആൻറ്റിക് എന്ന ബ്രോക്കേജ് ഏജൻസിയും HDFC ബാങ്കിന് ബൈ എന്ന റേറ്റിംഗും 42% അപ്സൈഡിൽ 1,200 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. അട്രാക്റ്റീവ് വാല്യൂഷൻ, അതായത് ലോങ് ടൈം അക്കുമുലേഷന് പറ്റിയ അട്രാക്റ്റീവ് വാല്യൂഷനിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ ശക്തമായ നെറ്റ്വർക്കും കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എക്സ്പാൻഷനും കൂടാതെ കമ്പനിയുടെ ഏണിംഗ് ഔട്ട്ലുക്കുമൊക്കെ ആൻറ്റിക് ബ്രോക്ക് ഏജൻസിയെയും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന ബ്ലൂ ചിപ്പ് സ്റ്റോക്കാണ്. ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് 1,413 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. ജെഫ്രിസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ജെഫ്രിസ് 1,750 രൂപയുടെ ടാർഗറ്റ് നൽകി. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 26% അപ്സൈഡിലുള്ള ടാർഗറ്റ്. ഇവിടെ കമ്പനിയുടെ കൺസ്യൂമർ ആൻഡ് ഡിജിറ്റൽ ബിസിനസ്സിലെ വളർച്ച വരും സമയങ്ങളിൽ ഒരു ഫ്യൂച്ചർ ഡ്രൈവായി പ്രവർത്തിക്കും എന്നാണ് ജെഫ്രിസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. കൂടാതെ ഏണിംഗിൽ ടെലികോം സെക്ടർ 20%-ഓളം കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് മോഡൽ കമ്പനിക്ക് സ്റ്റെബിലിറ്റി നൽകുന്നു. മോത്തിലാൽ ഒസ്വാളും ബൈ എന്ന റേറ്റിംഗും 1,750 രൂപയുടെ ടാർഗറ്റാണ് റിലയൻസിന് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 26% അപ്സൈഡിലുള്ള ടാർഗറ്റ്. റീറ്റെയിൽ ആൻഡ് ഡിജിറ്റൽ സെഗ്മെൻറ്റിലെ മികച്ച പെർഫോമൻസും എനർജി ഓപ്പറേഷനിലെ ക്യാഷ് ഫ്ലോയും കമ്പനിക്ക് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിലും പരാമർശിച്ചിരിക്കുന്നത്. കൂടാതെ മൾട്ടിപ്പിൾ ആക്സസുകളിൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഉയരുന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ഫാക്റ്റായിട്ട് വിലയിരുത്തപ്പെടുന്നു. കൂടാതെ റീസെൻ്റ്ലി സ്റ്റോക്കിൽ വന്ന കറക്ഷൻ സ്റ്റോക്കിനെ അതിൻ്റെ ഒരു എൻട്രി പോയിൻറ്റിനടുത്ത് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്